ഹായ് ഓൾ. നമുക്ക് കേരള PSC ടെക്നിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് പണ്ട് ഒരുപാട് ഗ്യാപ്പ് വന്ന് നിയമനത്തിനും ഒരുപാട് സമയം എടുക്കുന്നു, ലിസ്റ്റ് വരാനും ഒരുപാട് സമയം എടുക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്ന് വിതിൻ 3 monthsനുള്ളിൽ എക്സാം നടത്തിക്കൊണ്ട് PSC ചരിത്രം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ജാനുവരി മാസത്തിൽ ഇതിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കൺഫർമേഷൻസ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള പോസ്റ്റുകളും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എക്സാം ഡേറ്റ്സുമാണ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ 357/2025 ആണ്. ഈ വർഷം തന്നെ വന്ന നോട്ടിഫിക്കേഷനാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ 11/11/2025 ആണ്. നല്ല നമ്പറാണ് അല്ലേ? 11/11/2025 ആണ്. അതായത് നിങ്ങൾ ആ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നവംബർ 11 മുന്നേ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 19/1/2026 ആണ്. അതായത് ജാനുവരി 19 ആണ് നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിൽ നമുക്ക് അതും കൺഫർമേഷൻ ഡേറ്റ് 11/11 തന്നെയാണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 16/1/2021 ആണ്. അതായത് ജാനുവരി 16 നമ്മുടെ ഒരു എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 099/2025 ആണ്. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ സിവിലാണ്. 276/2025 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ട്രേഡ്സ്മാൻ സിവിൽ തന്നെയാണ്. ദെൻ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 11/11/2025 ആണ്. ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 27/1/2026 ആണ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് പോസ്റ്റ് ട്രേഡ്സ്മാൻ സിവിലാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മറക്കണ്ട, 27/1 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സാം ആണ് നടക്കുന്നത്. അതിനുശേഷമാണ് ട്രേഡ്സ്മാൻ വരുന്നത്. നിങ്ങൾക്കറിയാം ITI യോഗ്യതയാണ്. സോ ബിടെക്കുകാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എക്സാം ആദ്യം ഫോക്കസ് ചെയ്ത് അതിൻ്റെ കൂടെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ വേണം നമുക്ക് എക്സ്ട്രാ വരുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ബാക്കി ടോപ്പിക്സ് ഒക്കെ പഠിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാൻ ആണ്. 098/2025 ആണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാൻ ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ 11/11/2025 ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 13/1/2026. അതായത് ജാനുവരി 13 നമുക്ക് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ്, നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കൺഫർമേഷൻ എല്ലാം 11/11 തന്നെയാണ്. അടുത്ത പോസ്റ്റ് മീറ്റർ റീഡർ ആണ്. വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ ആണ്. എക്സാമിനേഷൻ വരുന്നത് ജാനുവരി 29 അപ്പോൾ മീറ്റർ റീഡർ പോസ്റ്റിലേക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കൺഫർമേഷൻ 11/11 മുന്നേ കൊടുക്കുക. ആൻഡ് ഇത്രയാണ് നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള കൺഫർമേഷൻസ് വന്നിട്ടുള്ളത്. സോ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11/11/2025 ആണ്. അതായത് നവംബർ 11 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്ലൈ ചെയ്തവർ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നോക്കുക. മാത്രമല്ല എക്സാം ഡേറ്റ് അടുപ്പിച്ച് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ നമുക്ക് അധികം സമയമില്ല. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള തീരുമാനം മാറ്റി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള പോസ്റ്റുകൾക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി ടെക്നിക്കൽ പോസ്റ്റുകളിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സ്പാനിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ഒരു വലിയ സിലബസ്, എസ്പെഷ്യലി PCB ഒക്കെ എടുക്കുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗും മാത്സും ഒക്കെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. സോ ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുന്നേ കൺഫർമേഷൻ കൊടുക്കുക ആൻഡ് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.